സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷി ആവട്ടെ സത്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞ്, അതായത് ലീനയുടെ കാര്യമടക്കം രജനിയെടുത്തും അതുപോലെ നന്ദനോടും പ്രഭാവതി കാണിച്ച ക്രൂരതകളടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുകയാണ്. എന്നിട്ട് അത് അവൻ്റെ സുഹൃത്ത് വഴി വീഡിയോ എടുപ്പിക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിലും പ്രഭാവതി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. കാരണം എല്ലാ തെറ്റുകളും തൻ്റേത് തന്നെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ വീഡിയോ വൈറലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഋഷി. അതുകൊണ്ട് അതിനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. പ്രഭാവതി എന്ന പ്രൊഫസറുടെ തനി മുഖം, അതായത് മുഖം മൂടി അഴിച്ച് മാറ്റാൻ തന്നെയാണ് ഋഷിയുടെ തീരുമാനം. പിന്നീട് ഗിരീഷിനെ പുറത്തിറക്കാനായിട്ട് സിദ്ധാർത്ഥനോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ എതിർ സംഘടനയായിട്ട് പോലും ദേവികയാണെങ്കിൽ രജനിക്ക് വേണ്ടി ഇടപെടുകയാണ്. എന്നിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്, ഗിരീഷ് ഏട്ടനെ കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തിറക്കണമെന്നൊക്കെ. രജനി സഹായം ചോദിച്ചു വരുമ്പോഴും സിദ്ധാർത്ഥൻ പറയുന്നത് ഇത് സംഘടനാപരമായിട്ടുള്ള കാര്യമാണെന്നും ദേവിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല എന്നും നീ ഇനിയിപ്പോൾ എന്നെ എന്തൊക്കെ വിചാരിച്ചാലും ശരിയെന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥൻ കൈ ഒഴിയണം. എന്തായാലും രജനിയാണെങ്കിൽ ദേവിക്ക് അഹങ്കാരി എന്നും ധിക്കാരി എന്നും MLA ആയതിൻ്റെ അഹങ്കാരമാണ് അവൾക്കെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട്. ഈ സമയം നന്ദനാണെങ്കിൽ ദേവികയെ വിളിച്ച് പറഞ്ഞ് അതുവഴിയാണ് ദേവിക ഗിരിയെ പുറത്തിറക്കുന്നത്. അങ്ങനെ ഗിരി പറയുന്നുണ്ട് ദേവിക ഇതിൽ ഇടപെടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഗിരിയേട്ടൻ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഞാനങ്ങനെ മിണ്ടാതിരിക്കും, അത് പിന്നെ സിദ്ധാർത്ഥൻ സാറിനോട് ചോദിച്ചോ എന്നൊക്കെ ദേവികയോട് ഗിരീഷ് ചോദിക്കുന്നുണ്ട്. അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷേ രജനി ചേച്ചി വിളിച്ച് പറഞ്ഞതായിട്ട് നന്ദു എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് വന്നു, ഇത് പ്രശ്നമാകുന്ന തോന്നുന്നു എന്നൊക്കെ ഗിരീഷ് ആണെങ്കിൽ പറയുന്നു. എന്തു വന്നാലും നമുക്ക് ഫേസ് ചെയ്യാമെന്ന് ദേവികയും തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ചന്ദ്രോത്തിലെത്തുന്ന ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നിന്നോട് ആരാ പറഞ്ഞത്? MLA എന്ന് കരുതിയിട്ട് എല്ലാത്തിലും കയറി ഇടപെടാൻ നിനക്ക് ആരാ അവകാശം തന്നെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ദേവികയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അച്ഛാ, അത് പിന്നെ ഗിരീഷ് ഏട്ടൻ ഏത് ഏട്ടനാണെങ്കിലും അവിടെ കിടക്കണമായിരുന്നു, നീ അതിൽ ഇടപെടാൻ പോകരുതായിരുന്നു, ഇത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് നമ്മുടെ സംഘടനയെ അപമാനിച്ചതിന് തുല്യമാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥൻ്റെ ആ പൊട്ടിത്തെറിക്കലിൽ ദേവികയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. അവളാണെങ്കിൽ ഓടിപ്പോയി റൂമിനകത്തിരുന്ന് കരയുന്നുണ്ട്. ഈ സമയം നന്ദുവും പുറകെ പോവുകയാണ്. എന്തിനാ കരയുന്നത്? അച്ഛനത് തെറ്റായി എന്നുള്ള രീതിക്കല്ലേ പറഞ്ഞോളൂ. നന്ദു, നീ വിളിച്ച് പറഞ്ഞിട്ടല്ലേ രജനി ചേച്ചിക്ക് വേണ്ടിയിട്ടില്ലേ ഞാൻ ഗിരിയേട്ടനെ പുറത്തിറക്കിയത്? മാത്രമല്ല ഗിരിയേട്ടൻ നമ്മുടെ സ്വന്തം ആളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ നമ്മൾ കണ്ട രാഷ്ട്രീയമല്ലല്ലോ അച്ഛൻ്റേത്, അച്ഛന് ഒരുപാട് അറിവുകളുള്ളല്ലേ, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ചെയ്തു പോയില്ലേ, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ദേവികയെ ആശ്വസിപ്പിക്കുന്നു. ഈ സമയം ഋഷിയാണെങ്കിൽ ആ ഒരു വീഡിയോ, അതായത് പ്രഭാവതിയെ ചുറ്റുവളഞ്ഞ് അപമാനിക്കുന്നതും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുമായിട്ടുള്ള വീഡിയോ ഒക്കെ തന്നെ വൈറലാക്കുകയാണ്. അത് ത്യാഗരാജനോട് പറയുന്നുണ്ട്, എടാ മിടുക്ക, നീ ചെയ്തത് വലിയ കാര്യം തന്നെയാണ്, അവരെ അപമാനിക്കുക തന്നെ വേണം, എന്തായാലും എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയാലും സാരല്ല, നീ നല്ല അടിപൊളി പണി തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഋഷി ചെയ്ത കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രഭാവതിയെ നാറ്റിപ്പിച്ചത് നന്നായി എന്നൊക്കെ തന്നെ ത്യാഗരാജൻ പറയുന്നു. പക്ഷേ തകർന്നു പോകുന്നത് പ്രഭാവതിയാണ്. ചന്ദ്രോത്ത് പ്രഭാവതിയാണെങ്കിൽ അക്കാര്യം അറിയുന്നു, തൻ്റെ പേരിൽ വീഡിയോ വൈറലായതും മറ്റും. എന്തായാലും തൻ്റെ വീടിൻ്റെ സമാധാനത്തിനെ ഓർത്താണ് ഋഷിയോട് പ്രതികരിക്കാതിരുന്നതൊക്കെ തന്നെ. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്നുണ്ട്. അവരാണെങ്കിൽ ചങ്ക് പൊട്ടി കരയുകയാണ്. താൻ ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നായിട്ട് ഋഷി വിളിച്ച് പറഞ്ഞത് ആളുകൾ പ്രതികരിക്കുന്നതുമായിട്ടുള്ള, തന്നെ കുറ്റപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കമൻസൊക്കെ തന്നെ അതിൽ വരുന്നുണ്ട്. എന്തായാലും പ്രഭാവതിക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഋഷി ഒരു കിടിലൻ പണി തന്നെയാണ് പ്രഭയ്ക്കത്ത് കൊടുത്തിരിക്കുന്നത്. കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.